നമസ്കാരം. മോദി എന്താണ് ഇന്ത്യക്ക് സംഭാവന ചെയ്തത്? മോദിയെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? വോട്ടുകള്ളൻ, കപടതയുടെ മുഖം, ട്രംപിന്റെ ആജ്ഞാനുവർത്തി, ഭീരു, അധികാരമോഹി. ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച കോൺഗ്രസിന്റെ വളഞ്ഞ നട്ടല് രാഹുൽ ഗാന്ധി എന്ന പപ്പുസാറിനെ കണ്ടവരുണ്ടോ എന്നാണ് ചോദ്യം. മോദി എന്താണ്, എന്ത് ചെയ്തു എന്ന് ഇനി ചോദിക്കാൻ നാവ് വളയ്ക്കും മുൻപ് ഇന്ത്യയിലെ ഓരോ കോൺഗ്രസുകാരനും ബീഹാറിന്റെ വിജയത്തിലേക്ക് നോക്കണം. ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDA ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. ബീഹാറിലെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതോടെ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരുന്ന വലിയ തിരിച്ചുവരവിന്റെ ചരിത്രം കുറിക്കാൻ പോകുന്ന കഥയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ശക്തമായ പ്രചരണ ആരോപണങ്ങളും ഭരണം വികസന വിലയിരുത്തലുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ബഹുഭൂരിപക്ഷത്തോടെ അധികാരമുറപ്പിച്ചതോടെ സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയ പഥം പുതിയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. NDAയുടെ ഈ വിജയം ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് നേട്ടമല്ല. അത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് ഉയർന്നു വന്ന സ്ഥിരത, ഭരണക്ഷമത, വികസന പ്രാധാന്യം, സുരക്ഷിതത്വം തുടങ്ങിയ നയങ്ങൾക്കുള്ള ജനവിശ്വാസത്തിന്റെ അടയാളമായി നിരീക്ഷിക്കപ്പെടണം. ബീഹാറിലെ വോട്ടർമാർ ഈ തവണ വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭരണം നിസ്സാരമല്ല. നാവ് കൊണ്ട് പറയുന്ന പൊള്ളയായ മോഹവാഗ്ദാനങ്ങളല്ല പൊതുജനത്തിന് വേണ്ടത്. സത്യസന്ധമായ വികസന പ്രവർത്തനമാണ് അവരുടെ മാനദണ്ഡമെന്ന് ഈ വിജയം തെളിയിച്ചിരിക്കുകയാണ്. ബീഹാറിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, രാജ്യത്തിന്റെ വികസന യാത്രയിൽ നിന്ന് ബീഹാറിനും അവിടുത്തെ ജനങ്ങൾക്കും ഇനി പിന്നോക്കം പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് കണക്ടിവിറ്റി, ആരോഗ്യം, ക്ഷേമ പദ്ധതികൾ എന്നിവ വിപുലമായി സംസ്ഥാനത്തെ പ്രകടമായപ്പോൾ ആ പിന്തുണയെ ബലമുള്ള വേരുകളാക്കി മാറ്റി അതിന്റെ വിളവെടുപ്പാണ് മോദി സർക്കാർ ഇന്ന് നടത്തിയത്. മഹിളാ വോട്ടർമാരിൽ വലിയ മാറ്റമാണ് ഇത്തവണ കണ്ടത്. ഉദ്യോഗ സുരക്ഷാ പദ്ധതികളിൽ നിന്നും സാമ്പത്തിക ശക്തിപ്പെടുത്തൽ സ്കീമുകളിൽ നിന്നും ലഭിച്ച ഗുണങ്ങൾ നേരിട്ട് അവരുടെ കുടുംബ ജീവിതത്തെ സ്വാധീനിച്ചതോടെ അവർ കൂടുതൽ സ്ഥിരതയുള്ള ഭരണത്തിന് വോട്ട് ചെയ്തു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മറ്റൊരു പ്രധാന കാഴ്ചപ്പാടാണ് പ്രതിപക്ഷ കക്ഷികളുടെ ദുർബലമായ സംഘടനാ ശേഷിയും ഏകോപനമില്ലാത്ത പ്രചരണ രീതിയും. ബീഹാറിലെ പ്രതിപക്ഷം വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ പ്രചരണം പലപ്പോഴും വികസന ചർച്ചകൾക്ക് പകരം രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകളിൽ മാത്രം കേന്ദ്രീകരിച്ചു. കേന്ദ്ര നയങ്ങളുടെ സ്വാധീനം ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയ ശക്തിയായി മാറിയതിന്റെ അടയാളമായി മാറുകയാണ് ഈ ചരിത്ര വിജയം. രാജ്യത്താകമാനം നടപ്പിലാക്കിയ വികസന മോഡലും സാമ്പത്തിക വളർച്ചാ നയങ്ങളും ബീഹാറിലെ വോട്ടർമാരെ ശക്തമായി സ്വാധീനിച്ചു. നേടിയ നിക്ഷേപങ്ങൾ, തൊഴിൽ, കൃഷി സഹായങ്ങൾ, ഗ്രാമവികസന പദ്ധതികൾ, വോട്ടർമാർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഈ മാറ്റങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സുരക്ഷ, അന്തർദേശീയ പ്രതിച്ഛായ, സാങ്കേതിക വികസനം, ഡിജിറ്റൽ ഭരണ സംവിധാനം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ വോട്ടർമാരിൽ ഒരു ആത്മവിശ്വാസമുളർത്തി. രാജ്യത്തിന്റെ ദിശ ശരിയാണ്, അതിനൊപ്പം ബീഹാറും സഞ്ചരിക്കണം. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ വോട്ടിംഗ് പ്രവണത യുവജനങ്ങളുടേതായി. തൊഴിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും സ്റ്റാർട്ടപ്പ് സൗഹൃദ അന്തരീക്ഷവും ഉൾപ്പെടെ കേന്ദ്ര നയങ്ങൾ യുവജന രാഷ്ട്രീയത്തെ ശക്തമായി സ്വാധീനിച്ചു. അതിനിടയിൽ രാഹുൽ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവസാനം പൊട്ടിച്ച വോട്ട് ചോരി ആരോപണം ഒരു ഓലപ്പടക്കത്തിന്റെ ശബ്ദം പോലും മോദി ഭരണത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അലർച്ചയ്ക്കിടയിൽ ഉണ്ടാക്കാതെ കടന്നുപോയി എന്ന് വേണം പറയാൻ. യുവാക്കൾ ആവശ്യപ്പെട്ടത് വികസനവും അവസരവുമാണ്. രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ, കുറ്റാരോപണങ്ങൾ എന്നിവയിൽ അവർക്ക് താല്പര്യമില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായി കാണിച്ചു. ബീഹാറിന്റെ ഭരണനയം ഇനി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഇതോടെ ഉറപ്പായി. NDAയുടെ വിജയത്തോടെ ബീഹാറിൽ വികസന അജണ്ട ശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഭരണപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ ശാക്തീകരണം, വ്യാവസായിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കൽ, വനിതാ ശാക്തീകരണ പദ്ധതികളുടെ വിപുലീകരണം, കൃഷി ആധുനികവൽക്കരണം, നഗരവികസന പദ്ധതികളുടെ വേഗവൽക്കരണം, അടുത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാവുന്ന ദ്രുതഗതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന മേഖലകളുടെ പട്ടികയുടെ നീളം ഇനിയും പറഞ്ഞാൽ തീരില്ല. ഈ വികസന പാതകളിലൂടെ ബീഹാർ അടുത്ത കുറച്ചു വർഷങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ബീഹാർ പോലൊരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ സ്വാധീനമുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രതീക്ഷിക്കപ്പെട്ടതിലേറെ വലിയ ഭൂരിപക്ഷം NDA നേടിയത് ദേശീയ രാഷ്ട്രീയത്തെയും നേരിട്ട് സ്വാധീനിക്കും. ഇത് വ്യക്തമാക്കുന്നത് ഭരണക്ഷമത, സാമ്പത്തിക വളർച്ച, ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങൾ രാജ്യത്തെ വോട്ടർമാർ മുൻഗണന നൽകുന്ന പ്രധാന തലക്കെട്ടുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.
പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ശൈലി, ആഭ്യന്തര തർക്കങ്ങൾ, വ്യക്തമായ വികസന വീക്ഷണത്തിന്റെ അഭാവം എന്നിവ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവരെ പിന്നോക്കം തള്ളി. ഈ തിരഞ്ഞെടുപ്പിലൂടെ ബീഹാർ വ്യക്തമായ ഒരു സന്ദേശമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിരതയുള്ള ഭരണമാണ് അവർക്ക് ആവശ്യമായത്, വാഗ്ദാനങ്ങളല്ല, വായിട്ടലയ്ക്കുന്ന നേതാക്കന്മാരെയല്ല. ലോകത്തിന്റെ വളർച്ചയിൽ ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ബീഹാറുമായി യാത്രയിൽ പങ്കാളിയായി ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് വോട്ടർമാർ തീരുമാനിച്ചു. വികസനമാണ് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കേന്ദ്രീകൃത വിഷയം. അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തെളിഞ്ഞത്. ഇത് മോദി എന്താണ് എന്ന് ചോദിച്ചവർക്കുള്ള കണക്കു പറഞ്ഞുള്ള മറുപടിയുടെ ചരിത്രം കൂടിയാവും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത്.